Welcome back to ICT Learning Series, episode number 18. Internal range liquidities ആയ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക് അങ്ങനെയുള്ള കുറച്ച് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ മിറ്റിഗേഷൻ ബ്ലോക്കിനെ പറ്റിയാണ്. എന്താണ് മിറ്റിഗേഷൻ ബ്ലോക്ക്? മിറ്റിഗേഷൻ ബ്ലോക്ക് മാർക്കറ്റിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അനദർ ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബുള്ളിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ്, അതായത് ഒരു ബെയറിഷ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിയതിനു ശേഷം നമ്മൾ ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാലാണ് ബൈ ചെയ്യാന്നുള്ളത് മുമ്പത്തെ പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു സെയിം കേസ് സിനാരിയോ തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പക്ഷേ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഈ മിറ്റിഗേഷൻ ബ്ലോക്ക് ഒരു കൈൻഡ് ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്, ഓൾസോ അതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് ഒരു സക്സസ്ഫുൾ ബുള്ളിഷ് MSS നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ MSS കിട്ടിയ ആ ഒരു ഏരിയ നമ്മൾ ഇതുപോലെ റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിടും. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഒരു ഏരിയയാണ് കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുക. അതായത് ഈ കേസിൽ പറയുമ്പോൾ ബുള്ളിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുക. സോ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്ട്ലി എൻ്റർ ചെയ്യാവുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിംസിൽ റിഫൈൻ ചെയ്തുകൊണ്ട് എൻട്രീസ് നോക്കാവുന്നതാണ്. ഒരു കാര്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് റിമൈൻഡർ ചെയ്യട്ടെ, പ്രൈസ് ഫ്രാക്റ്റൽ ആണ്. അതായത് നമുക്ക് ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റുകളും ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. സോ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഞാൻ സ്പെഷ്യലി എടുത്ത് പറയുന്നതായിരിക്കും. മിറ്റിഗേഷൻ ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മൾ ബുള്ളിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റ്, അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിയതിനു ശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിനായിട്ട് നമ്മൾ ഒബ്വിയസ്ലി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹയർ ലോ, അതായത് ഫൈനലി ഫോം ചെയ്തേക്കണം ആ ഒരു ഹയർ ലോന്റെ ഏരിയ ആയിരിക്കും നമ്മൾ ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് ആക്കി നമ്മൾ എടുക്കുക. ഈ ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബാക്കി സെൽ ഓർഡേഴ്സ് അവിടെ ഫില്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നമുക്കൊരു ഡൗൺവേർഡ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. സോ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്ട്ലി എൻട്രി എടുക്കുകയോ അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിംസിൽ റിഫൈൻ ചെയ്തുകൊണ്ട് ഇവിടെ എൻട്രീസ് നോക്കാവുന്നതാണ്. ലൈവ് ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, മിറ്റിഗേഷൻ ബ്ലോക്ക് നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റിൽ മാത്രമല്ല സ്ട്രക്ചർ ബ്രേക്ക് ഏരിയാസിലും നമുക്ക് മിറ്റിഗേഷൻ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് സ്ട്രക്ചർ ഷിഫ്റ്റോ സ്ട്രക്ചർ ബ്രേക്കോ വരുന്ന കീ ഏരിയസ് ആയിരിക്കും നമ്മൾ മിറ്റിഗേഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കാറ്. ഈ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. യൂറോ USDയുടെ 1 hour ടൈം ഫ്രെയിം ആണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ മാർക്കറ്റ് താഴത്തേക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമം നടത്തി, ബട്ട് ഫെയിലായി. താഴത്തേക്ക് വീണ്ടും പോയി മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീട്രേസ് ചെയ്തു ഈ ഒരു കീ ലെവലായ ഈ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് അതിൻ്റെ ഡൗൺവേർഡ് മൊമെന്റം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് മിറ്റിഗേഷൻ ബ്ലോക്കിന്റെ ഒരു ലൈവ് ചാർട്ട് എക്സാമ്പിൾ. മിറ്റിഗേഷൻ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഡെഫിനറ്റ്ലി റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. ICT ലേണിംഗ് സീരീസിന്റെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് എപ്പിസോഡുമായിട്ട് കറൻസി പിപ്സ് ഉടനെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.